ശ്രീമതി ഉഷ വിജയൻ. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ANC വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതികവിദ്യ എന്നിവ ഏകോപിപ്പിച്ച് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനം വകുപ്പ് ഒരു ദീർഘകാല നയരേഖയായ വിഷൻ 2031 തയ്യാറാക്കിയിട്ടുള്ളതാണ്. മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്തുക, കണ്ടെയ്ൻമെൻറ്റ്, മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ തീവ്രത ലഘൂകരിക്കുക, മിറ്റിഗേഷൻ എന്നിവയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. എന്നാൽ ഈ മുൻകരുതൽ നടപടികൾക്ക് ശേഷവും വനാതിർത്തി ലംഘിച്ചുണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷം മൂലം നാശനഷ്ടം സംഭവിക്കുന്ന പക്ഷം അർഹമായ ധനസഹായം സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനായുള്ള നടപടികളും സ്വീകരിക്കുന്നതാണ്. സർ, കണ്ടെയ്ൻമെൻറ്റ് ആൻഡ് മിറ്റിഗേഷൻ്റെ ഭാഗമായി വനത്തിനുള്ളിൽ ഭക്ഷണ ജല ലഭ്യത കൂട്ടുക, സൗരോർജ വേലികൾ സ്ഥാപിക്കുക, AI, ഡ്രോൺ എന്നീ ആധുനിക സാങ്കേതിക വിദ്യകളുടെ തത്സമയ മുന്നറിയിപ്പ് നൽകുക, ദ്രുത പ്രതികരണ സംഘങ്ങളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക തുടങ്ങിയ സമഗ്ര പരിപാടികൾ വിഭാവന ചെയ്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തെ തുടർന്നുണ്ടാകുന്ന മരണങ്ങൾ, പരുക്കുകൾ, കൃഷിനാശം എന്നിവയ്ക്ക് വേഗത്തിലുള്ള നഷ്ടപരിഹാരവും ഇൻഷുറൻസ് പരിരക്ഷ സാധ്യമാകുന്നതും ഉറപ്പാക്കാനുള്ള നടപടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. സർ, ബി, വനങ്ങളുടെ വാഹകശേഷി കണക്കാക്കാനും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ കാരണങ്ങൾ ശാസ്ത്രീയമായി പഠിക്കുന്നതിനുമായി ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി വനം വകുപ്പ് ബന്ധപ്പെട്ടിട്ടുണ്ട്. ശ്രീമതി ഉഷ വിജയൻ. സാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. സാർ, മാനന്തവാടി മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 13 മരണം വന്യമൃഗ ആക്രമണത്താൽ സംഭവിച്ചിട്ടുണ്ട്. 55 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. സാർ, ജനസാന്ദ്രത കൂടിയ വനാതിർത്തികളിൽ വന്യജീവികളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനായി ഫെൻസിങ്ങോ കിടങ്ങുകളോ സ്ഥാപിക്കാൻ പദ്ധതി ആവിഷ്കരിക്കാമോ? മന്ത്രി. സർ, അതാണ് നേരത്തെ പറഞ്ഞത്. ഇത് പല മോഡലുകൾ ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. പലതും സോളാർ വേലികൾ, ഹാങ്ങിങ് ഫെൻസ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും പല ഘട്ടങ്ങളിലും പര്യാപ്തമായി കാണുന്നില്ല. അതുകൊണ്ട് സമഗ്രമായ ഒരു കോംപ്രിഹെൻസീവ് ഇൻ്റഗ്രേറ്റഡ് പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ്. അതുവഴി ഇത് തടയാൻ ശാസ്ത്രീയമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് തടയാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, സ്ഥിരം അക്രമകാരികളും ജനവാസ കേന്ദ്രങ്ങൾക്ക് ഭീഷണിയാവുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് നിലവിലുള്ള നിയമവ്യവസ്ഥ അനുവദിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ കാലോചിതമായ പ്രസ്തുത നിയമം കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് പരിഷ്കരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, നിലവിൽ അങ്ങനൊരു നിയമം ഇല്ല. സർ, കൊല്ലാൻ നമുക്ക് അധികാരമില്ല. കൊല്ലാൻ ഓരോ കാറ്റഗറി വെച്ച് ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 എന്നുള്ള നിലയിലേക്ക് തയ്യാറാക്കിയിട്ട് അതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ആണ് അധികാരം. ഷെഡ്യൂൾ 2-ലുള്ളത് നമ്മളിപ്പോൾ പന്നി പോലുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ ഓണററി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ഒരു പ്രോസസ്സിൽ കൂടെ അവർക്ക് കൊല്ലാൻ അധികാരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം സർ, അപകടകാരികളായിട്ടുള്ള ആനിമൽസിനെ കേന്ദ്രമന്ത്രി പാർലമെൻറ്റിലടക്കം പറയുന്നത് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. പക്ഷേ അതിനു മുമ്പുള്ള പ്രൊസീജിയർ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് ആദ്യം തുരത്തി ഓടിക്കാൻ ശ്രമിക്കണം, പിന്നെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കണം. ഇത് നടന്നില്ലെങ്കിൽ മയക്കുവെടി വെച്ച് ക്യാപ്ചർ ചെയ്യണം. ഇതും നടന്നില്ലെങ്കിലാണ് കൊല്ലേണ്ടത്. മാത്രമല്ല, ഇതിനു മുമ്പൊരു സമിതി കൂടി വേണം ഇത് തീരുമാനിക്കാൻ. സർ, കടുവയുടെ കാര്യം, ഒരു കടുവ ഒരു വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ അത് പിന്നിൽ നിന്ന് വന്ന് കൊന്നതാണെന്നും മാംസം ഭക്ഷിച്ചിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തിയതിന് ശേഷമേ അതിനെ മാനേറ്ററായിട്ട് പ്രഖ്യാപിക്കാനൊക്കത്തുള്ളൂ. ഇതൊക്കെയാണ് സർ നിയമ തടസ്സങ്ങളായി നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കേന്ദ്രത്തിൽ പോയി ഇതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അവർ പാർലമെൻറ്റിൽ പറയുന്നുണ്ട്, കൊല്ലാൻ അധികാരമുണ്ട്. പക്ഷേ കൊല്ലണമെങ്കിൽ പ്രായോഗികമായി ഇവിടെ നടക്കത്തില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ കേന്ദ്രവുമായി ചർച്ച ചെയ്യുന്നതായിരിക്കും. സർ, ശ്രീ കെ പ്രവീൺകുമാർ. സർ, വന്യജീവികളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനായി വനം വകുപ്പിലും ദ്രുത പ്രതികരണ സംഘത്തിലും ആവശ്യമായ ജീവനക്കാരെയും ഉപകരണങ്ങളും ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമോ? മന്ത്രി. സർ, സമഗ്രമായ ഒരു
പരിഷ്കരണം ആവശ്യമാണ് സർ. വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസവും പറഞ്ഞു, കേരളത്തിൻ്റെ ദേശീയപാത വടക്കുനിന്ന് തെക്ക് വരെ 600 കിലോമീറ്റർ ആണെങ്കിൽ ഇത് 6000-ൽ പരം കിലോമീറ്ററാണ് വനാതിർത്തി കേരളത്തിനുള്ളിൽ നിൽക്കുന്നത്. അന്നേരം തീർച്ചയായിട്ടും ഇന്നുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് വനം വകുപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ എന്താണേലും ഈ വർഷത്തേക്കിന് പൂർണ്ണമായി പര്യാപ്തമല്ലെങ്കിലും നല്ലൊരു നിലയിലേക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഫണ്ട് ലഭ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മോഡേണൈസേഷനുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും സർ. ശ്രീ കെ എം അഭിജിത്ത്. സർ, മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനാതിർത്തിയിലെ മേഖലയിലെ ജനപങ്കാളിത്തത്തോടെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ സർക്കാർ എന്തെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്? ആ നടപടികളൊന്ന് വിശദീകരിക്കാമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വനാതിർത്തിയിലുള്ള ജനങ്ങളെയും പഞ്ചായത്തുകളെയും പങ്കാളിയാക്കി മാത്രമേ പോകാൻ സാധിക്കൂ. സർ, ജനജാഗ്രതാ സമിതികളിന് രൂപം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇഫക്റ്റീവായിട്ട് പല പഞ്ചായത്തുകളും പ്രവർത്തിക്കുന്നിടത്ത് ഇതിനൊരു പരിധിവരെ ആശ്വാസമുണ്ട്. എന്നാൽ പലയിടത്തും അത് ഉണ്ടാകുന്നില്ല. സർ, ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം സോളാർ ഫെൻസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ 6000 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വനാതിർത്തി. ഇവിടെ ആകെ പരിമിതമായ സ്റ്റാഫിനെ നിർത്തി ഇത് പലപ്പോഴും മെയിൻ്റനൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്. സർ, ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം പോച്ചയും പുല്ലും വളർന്നു കയറി കഴിഞ്ഞാൽ അന്നേരമേ ഇതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. അതിലേക്കൂടെ കൃത്യമായി ആന ഇറങ്ങും. സർ, ഇതെല്ലാം നമുക്കിനി പഞ്ചായത്തും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു നല്ല അയൽക്കാരൻ എന്നുള്ള സമീപനം ഫോറസ്റ്റും അയൽക്കാരും സഹകരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അസറ്റ് ഇടുന്നത് മെയിൻ്റനൻസ് പഞ്ചായത്തിൻ്റെയും അയൽക്കാരൻ്റെയും ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിലേക്ക് ചെയ്താൽ കുറേയൊക്കെ സർ ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ സാധിക്കും. ശ്രീ സന്ദീപ് വാര്യർ. സർ, നമ്മുടെ നാടിൻ്റെ ഖജനാവിന് വലിയ തോതിൽ സംഭാവന ചെയ്തിട്ടുള്ള നമ്മുടെ നാടിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ള കർഷകർ ഇന്ന് മലയോര മേഖലയിൽ വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. ഒന്ന്, കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ല, അതിനേക്കാൾ പുറമെയാണ് വന്യമൃഗങ്ങളുടെ ശല്യം എന്ന് പറയുന്നത്. സർ, എൻ്റെ നിയോജകമണ്ഡലമായ തൃക്കരിപ്പൂർ ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ പാലാവയൽ വില്ലേജിൽ അവിടെ ഏതാണ്ട് 3.5 കിലോമീറ്ററാണ് സോളാർ ഹാങ്ങിങ് ഫെൻസ് ഉള്ളത്. ബാക്കി 4 കിലോമീറ്റർ സാധാരണ ഫെൻസിങ് ആണുള്ളത്. അത് മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ട് തകർന്നതുകൊണ്ട് ഈ കർണാടക വനത്തിൽ നിന്നും കാട്ടാനകൾ വന്ന് വലിയ തോതിൽ കാർഷികോൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്നു, മനുഷ്യർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സർ, അതുപോലെ തന്നെ പന്നികളുടെ ശല്യം, അവിടെ വിളകൾ നശിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വലിയ പ്രയാസം മനുഷ്യരെയും ആക്രമിക്കുന്നുണ്ട്. കുരങ്ങിൻ്റെ ശല്യമുണ്ട്. നാളികേര കർഷകർ വലിയ പ്രയാസത്തിലാണ്. ഇവിടെ പ്രശ്നം ഈ ഫെൻസിങ്, സോളാർ ഫെൻസിങ്, ബാക്കിയുള്ള പ്രദേശങ്ങളിൽ കൂടി സോളാർ ഫെൻസിങ്, അത് ഹാങ്ങിങ് ഫെൻസിങ് വേണമെന്നുള്ളതാണ് അവിടുത്തെ കർഷകരുടെ ആവശ്യം. അത് നടപ്പിലാക്കുമോ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നഷ്ടപരിഹാരം ലഭിക്കുന്നത് വളരെ ചെറിയ തുകയാണ്. അത് കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കേണ്ടത്, മാത്രമല്ല കിട്ടാനും വലിയ പ്രയാസമുണ്ട്. അവിടെ ഈ കർഷകർ പലായനം ചെയ്യുന്ന അവസ്ഥയിലാണ് സാർ ഉള്ളത്. അവിടെ ഈ അവരുടെ ഭൂമിക്ക് വില കിട്ടുന്നില്ല, വിറ്റ് പോകാൻ കഴിയുന്നില്ല. അവിടെ ഉന്നതിയിൽ താമസിക്കുന്ന പട്ടികവർഗ വിഭാഗങ്ങൾ, അവർക്ക് പോകാൻ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഈ വന്യമൃഗങ്ങളുടെ ശല്യം മുഴുവൻ അവർ അനുഭവിക്കേണ്ടി വരികയാണ്. അവരിത് പലപ്പോഴും വിധേയരാവുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, കാട്ടാനകൾ വലിയ തോതിൽ കേരളത്തിൽ മുഴുവൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ വനമേഖലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ ആനകളുടെ എണ്ണം പെരുകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് പഴയതുപോലെ ഈ കാട്ടാനകളെ പിടിച്ച് നമ്മുടെ ക്ഷേത്രോത്സവങ്ങൾക്കൊക്കെ ആനയെ കിട്ടാത്ത വലിയ പ്രയാസമുണ്ട്? അത് പരിഗണിച്ചുകൂടെ എന്നുകൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട പുതിയ മെമ്പർ ആയതുകൊണ്ട് 3 ചോദ്യമാണ് സർ വന്നത്. എനിക്കറിയാം. ഈ പറഞ്ഞ പോലെ സർ, ഇതിൻ്റെ ഈ സോളാർ ഫെൻസ് ഹാങ്ങിങ് ഫെൻസോ പര്യാപ്തമാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. ആനയെ പോലെ ബുദ്ധിയുള്ള ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം മറികടക്കുന്ന തന്ത്രങ്ങൾ ആന മെനയുന്നുണ്ട്. സർ, ഒരു വളരെ ഇതായിട്ടുള്ള ഒരു ഫെൻസ് തയ്യാറാക്കി അതിന് വോൾട്ടേജ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഇത് കണ്ടതാണ്. വെളുപ്പാങ്കാലം ആകുമ്പോഴത്തേക്കിന് ഈ സോളാർ ആയതുകൊണ്ട് വെളുപ്പാങ്കാലം ആകുമ്പോൾ അല്പം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും സർ. ആന വന്ന് നിന്നിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് തട്ടി നോക്കും. ഈ 4 മണി സമയമാകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ ഒറ്റ ചവിട്ട് വേലി മറിച്ച് ഇപ്പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. അന്നേരം ഇതൊന്നും പൂർണ്ണമായി ഫലപ്രദമല്ല. അതുകൊണ്ടാണ് ഒരു ഇൻ്റഗ്രേറ്റഡ് കോംപ്രിഹെൻസീവ് പ്ലാൻ തയ്യാറാക്കണം. ഏറ്റവും കോൺഫ്ലിക്റ്റ് സോൺസിലേക്ക് ഇതിൽ നിന്നപ്പുറമുള്ള ഒരു സംവിധാനം, സുരക്ഷിത സംവിധാനം ഉണ്ടാക്കണം. പല എക്സ്പെരിമെൻറ്റേഷൻ നേരത്തെ നടന്നിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായി ചെയ്യുന്നു. പിന്നെ അദ്ദേഹം ചോദിച്ചത് ഒരു കാര്യം നഷ്ടപരിഹാരത്തെ കുറിച്ചാണ്. നഷ്ടപരിഹാരം കൊടുക്കുന്നത് കർഷകന് പര്യാപ്തമാണെന്ന അഭിപ്രായം ഗവൺമെൻറ്റില്ല. പല പരിമിതിയിൽ നിന്നുകൊണ്ടാണ്. അതിനൊരു പുതിയ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ പരിഷ്കാരം വരും ദിവസങ്ങളിലുണ്ടാകും. സർ, അതുപോലെ തന്നെ
ഈ കാട്ടാനയെ പിടിച്ച് നാട്ടാനയാക്കുന്നത് നമ്മുടെ അധികാരപരിധിയിലുള്ള കാര്യമല്ല. അത് സർ അറിയാമല്ലോ, പരിമിതി അറിയാമല്ലോ, അത് സാധ്യമല്ല കാര്യമല്ല. ശ്രീ യു ആർ പ്രദീപ്. സാർ, ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് സാർ. നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ അദ്ദേഹം നന്നായി ഈ വിഷയം വേഗത്തിൽ പഠിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും സംയുക്തമായി ഈ കാര്യത്തിലുമുള്ള ആലോചിക്കേണ്ടതാണ്. എൻ്റെ ചോദ്യം, ചേലക്കരയിൽ എല്ലാ ദിവസവും ഞാൻ ഇന്നലെ സബ്മിഷൻ അവതരിപ്പിച്ചു. ഇന്നലെ രാത്രിയും ഈ വീട് മുറ്റത്തും പുറകിലും എല്ലാം വന്ന് വലിയ ഭീതിയിലാണ് സാർ ആളുകൾ. അവിടെ ചേലക്കരയെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പീച്ചി ഭാഗത്ത് നിന്നാണ് ഇത് ഇങ്ങോട്ട് വരുന്ന ഭാഗം ചെറിയൊരു ഭാഗമാണ് സാർ. അവിടെ ഉദ്യോഗസ്ഥരെ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ ആ യോഗത്തിനകത്ത് അവർ പറഞ്ഞ നിർദ്ദേശം ഈ ആനകളെ നമുക്ക് ഉൾക്കാട്ടിലേക്കാക്കി അവിടെ നമുക്കിത് ഈ ഹാങ്ങിങ് ഫെൻസിങ്ങോ എന്തെങ്കിലും ചെയ്യും. അത്രയും ചിലവ് വേണമെങ്കിൽ MLA ഫണ്ടിൽ നിന്നും വെക്കാൻ കഴിയും സാർ. പക്ഷേ ഇവിടെ അതിനൊരു ദൗത്യം ഉണ്ടാക്കാൻ അടിയന്തരമായി ഒരു ഇടപെടൽ നടത്തി തരാൻ കഴിയുമോ എന്നതാണ് സാർ എൻ്റെ ചോദ്യം. സാർ, ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ പ്രസക്തമാണ്. ഇന്നലെ ഞാൻ മറുപടി പറഞ്ഞതാണ് സാർ. ഇത് കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയല്ല. 14 ആനകൾ ഈ എന്തോ എന്ന് പറയുന്നില്ല ടണല് കുതിരാൻ ഇത് വന്നതിന് ശേഷം അന്നത്തെ ചില അബദ്ധങ്ങൾ കൊണ്ട് മാത്രം അന്ന് റെയിൽ ഫെൻസ് സൃഷ്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല, ആനത്താര മുറിയുമെന്ന് പറഞ്ഞിട്ട് 14 ആനകൾ ഇപ്പുറത്തെ പ്രദേശത്ത് ഇറങ്ങി സാർ. പിന്നെ നമ്മൾ സോളാർ ഫെൻസ് ഇട്ട് അന്നേരം ഇപ്പുറത്ത് ഇറങ്ങിയതിന് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ 14 എണ്ണത്തിൽ 2 എണ്ണം തിരിച്ചു പോയി, 12 എണ്ണം അവിടെ തന്നെ ഉണ്ട്. ഒരു സ്പെഷ്യൽ ഡ്രൈവ് നമുക്ക് അതിനു വേണ്ടി നടത്താം. അതിന് ഒത്തിരി പരിമിതിയുണ്ട്. സ്പെഷ്യൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇത് മറ്റ് ജനവാസ മേഖലയിലേക്ക് പോകാൻ നോക്കണം, പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിരമ്പള്ളിയിലുള്ളത് വെച്ചുകൊണ്ട് ഒരു മരണത്തെ തുടർന്ന് 100 പേരുടെ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ തയ്യാറാക്കി ചെയ്യുകയാണ്. എല്ലാത്തിനും ഉള്ള ഫോഴ്സ് നമ്മുടെ കയ്യിലില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെയും 500 പേരുടെ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെയും ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അതിനെ തുടർന്ന് നമുക്ക് അതിൻ്റെ തീവ്രത വെച്ച് ഓരോ പ്രദേശമായിട്ട് അഡ്രസ്സ് ചെയ്യാം. അതാണ്. ശ്രീ സജീവ് ജോസഫ്. സർ, വന്യമൃഗശല്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാലോചിതവും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ഏറ്റവും നൂതനമായ ചില പദ്ധതികളുമായി ദൂരവ്യാപകമായിട്ടുള്ള അനുകൂലമായ ഒരു സാഹചര്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി സർക്കാർ അതുമായി മുന്നോട്ട് പോകുന്നത് വളരെ സ്വാഗതാർഹമാണ്. സർ, ബഹുമാനപ്പെട്ട മന്ത്രി ഇത് സംബന്ധിച്ച് ഈ മേഖലയിലെ MLA-മാരുടെ യോഗം വിളിച്ചുകൂട്ടി വളരെ നല്ല ചർച്ചകൾ നടന്നിട്ടുണ്ട്. സർ, ഇവിടെ AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ദീർഘകാലത്തേക്കുള്ള പദ്ധതികളും അതിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് വളരെ പ്രതീക്ഷയോടെ നമ്മൾ നോക്കിക്കാണുകയാണ്. സാർ, ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി അനുവദിക്കപ്പെട്ട ഫണ്ടുകൾ പോലും നമുക്ക് സമയത്ത് വിനിയോഗിച്ച് ഈ പ്രതിരോധ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഫെൻസിങ്, അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള സംവിധാനമില്ല. അത്തരം പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ ആളില്ല. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനം പ്രതീക്ഷിക്കാമോ? അത് സംബന്ധിച്ച നടപടി സ്വീകരിക്കാമോ? സർ, തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. ഇതിന് ശാസ്ത്രീയമായ സൊല്യൂഷൻസ് കണ്ടെത്തുകയേ പറ്റത്തുള്ളൂ. അത് മിറ്റിഗേറ്റ് ചെയ്യാനെങ്കിലും സാധിക്കുന്ന നിലയിലേക്ക്. അതിനിപ്പോൾ AI ടൂൾസ് ഉണ്ട്. അതെല്ലാം കൂടെ, അതാണ് ഞാൻ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് കോൺഫ്ലിക്റ്റ് സോൺസിൽ 3 ലെയറാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ലെയർ AI ടൂൾസ് ഉപയോഗിക്കുക, സെക്കൻഡ് ലെയർ ഹാങ്ങിങ്, തേർഡ് ലെയർ ബൃഹത്തായ. അത് ഹൈ കോൺഫ്ലിക്റ്റ് ആന സ്ഥിരമായി ഇറങ്ങുന്നെന്ന് ബോധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് അത് ചെയ്യാം. പക്ഷെ അത് വല്ലാത്ത എക്സ്പെൻസീവായിട്ടുള്ള ഒരു സംവിധാനമാണ് ആ കാര്യങ്ങൾ. പിന്നെ ഓരോന്നിനും സർ ആനയുടെ കാര്യത്തിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാച്ചുറൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ തേനീച്ചക്കൂടുകളാണ്. അത് പക്ഷേ തേനീച്ചക്കൂടുകളിലൂടെ വെച്ച് വരുമ്പം തേനീച്ചയെ വെച്ച് കഴിഞ്ഞാൽ നേരെ കരടി വരും സർ. അല്ലെങ്കിൽ ഇത് ഹണി ബാഡ്ജർ എന്ന് പറയുന്ന കൃഷി നശിപ്പിക്കുന്നവരും. അന്നേരം ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത്, മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, അത് ഒന്ന് പഠിച്ചു. ഒരു മോഡലിൽ AI ടൂൾസ് വെച്ച് ഈ തേനീച്ചയുടെ ബസ്സിങ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ആനയെ വരട്ടി ഓടിക്കുന്നത് 2-3 തവണ ആന ഓടി സർ. പിന്നെ ആനയ്ക്ക് മനസ്സിലായി, നേരെ വന്ന് ഇതെല്ലാം കൂടെ അടിച്ച് പൊട്ടിച്ച് AIയും പോയി, ടൂൾസും പോയി, എല്ലാം പോയി, ആന ഇപ്പുറത്തിറങ്ങി. അതുകൊണ്ട് ഇതൊന്ന് സ്റ്റഡി ചെയ്ത് ഇൻ്റഗ്രേറ്റ് ആയിട്ട് ചെയ്യാനൊക്കത്തുള്ളൂ സർ. ശ്രീ K. രാമചന്ദ്രൻ. കഴിഞ്ഞ ജൂൺ 22, അതായത് 2 ദിവസം മുൻപ് തിങ്കളാഴ്ച നമ്മൾ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നിയോജക മണ്ഡലമായ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ അന്നാമ്പ കള്ളുചിത്ര ആദിവാസി ഉന്നതി അവിടുത്തെ ഊരുമൂപ്പൻ ശ്രീ ഗോപാലൻ കാട്ടാനയുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി ഗുരുതരമായ പരിക്കുകളോടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശ്രീ ഗോപാലിന് ശസ്ത്രക്രിയ നടത്താൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ മുഖമൊക്കെ ആകെ വികൃതമായിരിക്കുകയാണ്. വിദഗ്ധമായ ചികിത്സയ്ക്കും മറ്റ് സാമ്പത്തിക സഹായത്തിനും
വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്യുന്നതിന് വേണ്ടി വനവകുപ്പ് തയ്യാറാകുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, തീർച്ചയായിട്ടും പരിശോധിക്കാവുന്ന മുൻകാലങ്ങളിലെ ഒരു കീഴ്വഴക്കം സർ, ആദ്യം തന്നെ 30,000 കൊടുക്കുക, പിന്നെ അതിന് ശേഷം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ ബില്ല് വരുമ്പോൾ 70,000 കൊടുക്കുക. പക്ഷേ കോതമംഗലത്തെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വനം വകുപ്പിന് കൊടുക്കാനുള്ള 1,00,000 രൂപ അന്നേരം തന്നെ കൊടുത്തു സർ. ആദ്യം 30,000 ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ 70,000 കൊടുത്തു സർ. അതിന് ശേഷമുള്ളതും SDRF-ൽ നിന്ന് കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. പക്ഷേ നിലവിലുള്ളത് അതിന് ശേഷം ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് അത് SDRF-ൽ നിന്ന് കൊടുക്കുമെന്നാണ്. അത് 2.5 എന്നൊരു പരിധിയാണ് വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ സർ. അത് അതിനേക്കാൾ കൂടുതലാണെങ്കിലും ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അത് കുറച്ചുകൂടെ സ്പീഡിലി, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇതിൻ്റെ ഒരു കണ്ടെയ്ൻമെൻറ്റ്, മിറ്റിഗേഷൻ, സ്പീഡി കോമ്പൻസേഷൻ എന്നുള്ള നിലയിലേക്ക് മൂന്നാമത്തെ ഭാഗത്ത് വരുന്നത് എങ്ങനെ അന്നേരം അവർക്ക് പ്രയോജനകരമായി അന്നേരം തന്നെ എത്തിക്കാനൊക്കെ എന്നുള്ളത് നോക്കാം. ഇത് ബഹുമാനപ്പെട്ട മെമ്പർ അതിൻ്റെ ശ്രദ്ധയിൽ അതിൻ്റെ ഒരു നോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് പറയാം. ശ്രീ TP അഷ്റഫ്. മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് വേണ്ടി നിലവിൽ എംപാനൽഡ് ഷൂട്ടർമാർ ഉണ്ട്. എന്നാൽ അവരുടെ ഷോർട്ടേജ് വളരെ അധികമാണ് സർ. ഇത്തരം ആളുകളുടെ എംപാനൽ ഷൂട്ടർമാരെ വർദ്ധിപ്പിക്കാൻ വനംവകുപ്പിന് പദ്ധതിയുണ്ടോ? നിലവിൽ തന്നെ ഒരുപാട് ലൈസൻസ് അനുമതി കിട്ടാതെ പെൻഡിങ് ആവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ 200 റൗണ്ട്സാണ് പെർ ഇയർ അവർക്ക് അനുവദിച്ചിട്ടുള്ളത്. അത് തന്നെ റേഞ്ചർമാർ 100 എണ്ണമേ അനുവദിക്കുന്നുള്ളൂ. ഫസ്റ്റിൽ 50 എണ്ണേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലൊക്കെയുള്ള വലിയ പ്രതിസന്ധി മൂലം ഈ കാട്ടുപന്നികളുടെ ആക്രമണം തടയാൻ കൃത്യമായി കഴിയുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ഇതിലൊന്നും ഇടപെടാൻ സാധിക്കും സർ. വനംവകുപ്പിൻ്റെ തന്നെ കണക്ക് കാട്ടുപന്നി കാട്ടിനുള്ളതിനേക്കാൾ കൂടുതൽ കാട്ടിൻ്റെ പുറത്താണ് എന്ന് പറഞ്ഞാൽ കാട്ടുപന്നി എന്ന് പേരേ ഉള്ളൂ. പ്രസവിച്ചതും ജീവിച്ചതും വളർന്നുമൊക്കെ നാട്ടിൽ തന്നെയാണ് സാധാരണ അതിൻ്റെ സ്ഥിതി. അന്നേരം ഒരു ശല്യമാണ്. അതിനെ വെർമിനായി പ്രഖ്യാപിക്കാൻ പല ആവർത്തി കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ട് അവിടുന്ന് കിട്ടിയിട്ടില്ല. ഷൂട്ടേഴ്സിൻ്റെ ഒരു പോരായ്മയുണ്ട് സർ. പല പഞ്ചായത്തുകളിലും ഷൂട്ടേഴ്സ് ഇല്ല. അതേസമയത്ത് ഈ പറഞ്ഞതുപോലെ ലൈസൻസ് കൊടുക്കണമെന്നൊരു ആവശ്യം ആ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്. കുറേ കാലമായി ഗൺ ലൈസൻസ് ഒട്ട് കൊടുക്കുന്നുമില്ല. അന്നേരം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കർഷകരുടെ കൈ കെട്ടിയിട്ടുകൊണ്ടാണ് ഇതിനെ നേരിടാൻ പറയുന്നത്. പക്ഷേ മറുഭാഗത്ത് ഇത്തരം ഗൺ ലൈസൻസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ വൈൽഡ് ലൈഫും പ്രകൃതിയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടല്ലോ സാർ. അതിൻ്റെ ഇതോടെ നോക്കിയിട്ട് നമുക്കൊരു ബാലൻസ്ഡ് അപ്രോച്ച് ഗവൺമെൻറ്റായിട്ട് അത് കാര്യത്തിൽ തീരുമാനിക്കും. നമുക്കെല്ലാവരുടെയും സഹകരണമാണ്. റൈഫിൾ ക്ലബ്ബുകളെ എല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 100 ദിന പരിപാടി അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഈ കാട്ടുപന്നി ശല്യത്തെ കുറയ്ക്കാൻ വേണ്ടിയുള്ള കൊല്ലാനുള്ള ഒരു തീരുമാനം തന്നെ എടുത്തിട്ടുണ്ട്. അതിന് എവിടെയാണ് ഷോർട്ടേജ് ഉള്ളതെന്ന് ശ്രദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റ് മേഖലയിൽ നിന്നുള്ളവരെ അങ്ങോട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്തു തരാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട MLA-മാർ അവരവരുടെ പഞ്ചായത്തുകളിൽ എവിടെയാണ് അതിൻ്റെ പോരായ്മയുള്ളതെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റീവർക്ക് ചെയ്യാനൊക്കെ ഒന്ന് നോക്കാം സാർ. ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായതുകൊണ്ട് ഉപചോദ്യങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമുക്കൊന്ന് ലിമിറ്റ് ചെയ്യല്ലാതെ നിവൃത്തിയില്ല. സർ, ശ്രീ KU ജനീഷ് കുമാർ. സർ, വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് നിത്യ സംഭവങ്ങളായി മാറുമ്പോൾ അപൂർവം ചില വന്യജീവികളെ വനം വകുപ്പ് പിടികൂടുന്നുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച കോന്നിയിലെ തണ്ണിത്തോട്ടിൽ സമീപവാസിയുടെ കിണറ്റിൽ വീണ ഒരാനയെ ആ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു വിടുകയാണ് വനം വകുപ്പ് ചെയ്തത്. കൂട് വെച്ച് പുലികളെ പിടിക്കുന്നുണ്ട്. പിടിക്കുന്ന പുലികളെ തൊട്ടടുത്ത കാട്ടിലേക്ക് തന്നെ വിടാൻ പോയ വനപാലകർ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ പുലി ആ വിട്ട സ്ഥലത്ത് വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ കോന്നി ആനക്കൂട് ഉൾപ്പെടെയുള്ള ആന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് സുവോളജിക്കൽ പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കും എല്ലാം മാറ്റുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമായിരുന്നു. അത്തരം നടപടികൾ തുടരാൻ കഴിയുമോ എന്ന് വ്യക്തമാക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി. സാർ, ഇതിനൊക്കെ ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കിപ്പോൾ കടുവയെ പിടിക്കുക, പുലിയെ പിടിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എവിടെ കൊണ്ടുപോയാലും ഇത് വിടാൻ ജനങ്ങൾ സമ്മതിക്കത്തുമില്ല. ഇത് എവിടെയെങ്കിലും കൊണ്ട് വിടണമല്ലോ. ഇത് നേരെ നമുക്കെടുത്ത് സൂയി കൊണ്ട് നിർത്താൻ നമുക്ക് നിയമപരമായി പ്രൊവിഷൻ ഇല്ല സർ. അതൊരു ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താണേലും സർ, ഇപ്പോൾ നമ്മൾ കടുവയുടെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് പല ടൈഗർ കൺസർവേഷൻ ഇതുണ്ട്, ടൈഗർ റിസർവ്സ് ഉണ്ട്. ഒരു കടുവ പോലും ഇല്ലാത്ത ടൈഗർ റിസർവ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ക്യാരിയിങ് കപ്പാസിറ്റി പഠിച്ചു വന്നതിന് ശേഷം എക്സസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതിനെ ക്യാരി ചെയ്യാൻ വേണ്ടി മറ്റുള്ള മേഖലയിലേക്ക്. അതിൻ്റെ ഒരു ആധികാരികമായ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഷിഫ്റ്റിംഗ് മറ്റുള്ള മേഖലയിലേക്ക് സാധ്യമാകുമോ എന്ന് അന്നേരം പരിശോധിക്കാം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം. എങ്കിൽ മാത്രമേ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ശ്രീ B. മുരളീധരൻ.
ബി മുരളീധരൻ. അല്ല സാർ, ഞാൻ സപ്ലിമെൻ്ററി ചോദിച്ചത് ആ പട്ടികജാതി വിഭാഗത്തിലുള്ള വിഷയത്തിലാണ്. അല്ല, എൻ്റെ കയ്യിൽ എഴുതി തന്നത് വേറെയാണ്. സാരമില്ല, അങ്ങേക്കില്ലെങ്കിൽ അങ്ങ് റെസ്യൂം ചെയ്തോളൂ. അടുത്തത് ശ്രീ മുഹമ്മദ് റിയാസ്. ഇതിലല്ലോ സാർ, ഇതിലല്ല. നെക്സ്റ്റ്. സാരമില്ല, എൻ്റെ കയ്യിൽ കുറിച്ച് കിട്ടിയ കുറിപ്പ് അനുസരിച്ചാണ് ഞാൻ വിളിക്കുന്നത്. പ്രത്യേകമായിട്ട് ഞാനത് ഇതാക്കുന്നില്ല. അത് സാരമില്ല, അടുത്തതിൽ പോയിക്കോട്ടെ. അടുത്തത് ശ്രീ ബി ടി സൂരജ്. എൻ്റെ നിയോജകമണ്ഡലത്തിലെ കക്കയം, ഓട്ടപ്പാലം, മണ്ടകപ്പാറ മേഖലകളിൽ ജനവാസ മേഖലകളിൽ ആന ഇറങ്ങിയ സമയത്ത് ഉദ്യോഗസ്ഥരെ മീറ്റിംഗ് വിളിക്കുകയും ആ ഉദ്യോഗസ്ഥർ ആ മീറ്റിങ്ങിൽ വെച്ച് കാട്ടിൽ നിന്ന് ആനകൾ മറ്റു വന്യമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണം അവർക്ക് തീറ്റയും വെള്ളവും കാട്ടിൽ ലഭ്യമല്ലാത്തത് ആണെന്നാണ് അന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് തീറ്റയും വെള്ളവും കാടിനുള്ളിൽ ഉറപ്പുവരുത്താൻ ഫുഡ് ഫോഡർ വാട്ടർ മിഷൻ്റെ ഭാഗമായി സീഡ് ബ്രോഡ്കാസ്റ്റിംഗ് വിത്തൂട്ട് പദ്ധതിയും ബ്രഷ് ഫുഡ് ചെക്ക് ഡാം പദ്ധതിയും ഒക്കെ നടപ്പിലാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും ഫലപ്രദമാണോ? ഏതെങ്കിലും മേഖലകളിൽ വിജയകരമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ? കക്കയം, പെരുവണ്ണാമൂഴി ഫോറസ്റ്റ് മേഖലകളിൽ ഈ പദ്ധതി ഉണ്ടോ? സർ, ഇതിൽ പല കാര്യങ്ങളുണ്ട് സർ. നമുക്ക് ഒറ്റ ഇതായിട്ട് വനത്തിനകത്ത് ഭക്ഷണവും വെള്ളവും ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല സാർ. ഈ മഴ തുടങ്ങിയതിന് ശേഷമാണ് പെട്ടെന്ന് 6 മരണം തുടർച്ചയായിട്ടുണ്ടായത്. ഇത് സമ്മറിലല്ല, അതിന് ശേഷമുള്ള മഴക്കാലത്ത് തന്നെയാണ് 6 മരണം ഉണ്ടായത്. പക്ഷേ ഇതിനകത്ത് കാടിനകത്ത് കുറേ ഇൻവേസീവ് സ്പീഷീസ് വന്നിട്ട് നമ്മൾ കാലാകാലങ്ങളിൽ നമ്മൾ തന്നെ കാണിച്ച മണ്ടത്തരങ്ങൾ, അക്കേഷ്യ വെച്ച്, യൂക്കാലി വെച്ച്, ഏറ്റവും കൂടുതൽ ഇപ്പോൾ മഞ്ഞക്കൊന്ന സെന്നയുടെ പ്രശ്നമുണ്ട്. ഇതെല്ലാം മാറ്റുന്നതും ഒരിതാണ്. സീഡ് ബോളിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ കുറേ സീഡ് ബോൾ ചെയ്ത് കൊണ്ടിട്ട് ഇത് ഏത് കാലത്ത് വളർന്നു വന്നിട്ട് ഏത് കാലത്ത് ഇതിന് ഭക്ഷണമാകുമെന്നാണ്. അതുകൊണ്ട് അതൊക്കെ നമുക്കിനി ഒരു പഠനത്തിൻ്റെ വിധേയമാക്കിയിട്ട് മാത്രമേ ഉള്ളൂ. ഇൻവേസീവ് സ്പീഷീസ് നീക്കണം, ഭക്ഷണത്തിൻ്റെ പോരായ്മ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണം. ഇൻവേസീവ് സ്പീഷീസിൻ്റെ മാത്രം നമുക്ക് ബോധ്യമുണ്ട്. കാരണം ഈ പുൽമേടുകൾ നശിക്കുന്നതനുസരിച്ച് ചെറുമൃഗങ്ങൾ അവിടുന്ന് അകന്നു പോകുന്നു. അന്നേരം അറ്റാക്കിങ് കടുവ പോലുള്ളത് അതിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളൊരു ഇതാണ്. മറ്റ് മേഖലയിലേക്ക് ആധികാരികമായ ഒരു പഠനവും അവിടെ നമ്മുടെ പക്കലില്ല സർ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. സർ, അങ്ങിവിടെ വന്യജീവികളുടെ ആക്രമണം തടയുന്നതുമായി ബന്ധപ്പെട്ട് ഫെൻസിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. സർ, ഈ ഫെൻസിങ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫെൻസിങ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അത് നടപ്പിലാക്കാൻ കാലതാമസം ഉണ്ടാകുന്നതായി അങ്ങയുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഒന്ന്, നമുക്ക് എംപാനൽ ചെയ്ത ഏജൻസികളുണ്ട്. ഈ ഏജൻസികൾക്ക് തന്നെ ഇത് കൊടുത്തതിന് ശേഷം സമയബന്ധിതമായി അവർ പൂർത്തീകരിക്കാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എംപാനൽ ചെയ്ത ഏജൻസികൾ അൺസ്കിൽഡ് ആണ് എന്ന കാര്യം അങ്ങേക്ക് ചിലരെങ്കിലും അൺസ്കിൽഡ് ആണെന്ന് അദ്ദേഹത്തിന് അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇത് ഓപ്പൺ ടെൻഡർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, അദ്ദേഹം പറഞ്ഞ മെമ്പർ ഉന്നയിച്ച വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. സർ, ഇതിന് കുറേ പണം വിനിയോഗിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ക്വാളിറ്റി എൻഷുർഡ് അല്ല. എംപാനൽഡ് ഏജൻസീസ് പലരും വെച്ച് ഇതിൻ്റെ ടെറൈൻ ബുദ്ധിമുട്ടുള്ളതാണ്. സർ, ആറിലത്ത് ഒരു വൻമതിൽ പണിയാൻ എത്രയോ കാലമായി തുടങ്ങിയാണ്. സാർ, ഒരു 2 കിലോമീറ്റർ ഭാഗത്ത് ഇത് മതിൽ പണിയാൻ ഒക്കത്തില്ല. അവിടെ എത്താൻ വലിയ പാടാണ്. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ എടുക്കുന്ന ഈ എംപാനൽഡ് ഏജൻസീസും അവർ നൽകുന്നതിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ സംശയമുണ്ട് സർ. അതിൻ്റെ ടൈംലി കംപ്ലീഷന് പറ്റുന്നില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു ഇൻ്റഗ്രേറ്റഡ് ഇത് തയ്യാറാക്കിയിട്ട് ഇത് ആര് വേണമെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് ടൈം ബൗണ്ടായിട്ട് വർക്ക് തീർക്കുന്ന ഒരു മോഡലിലേക്ക് ഗവൺമെൻറ് പോകും സർ. ശ്രീ കെ രാജൻ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. പ്രധാനമായിട്ടും ഈ വലിയ പ്രദേശത്തേക്ക് ഫെൻസിങ് സർക്കാരിനൊറ്റയ്ക്ക് സാധ്യമാകാനും അത്ര എളുപ്പമല്ല എന്നങ്ങ് സൂചിപ്പിച്ചു. സ്വാഭാവികമായിട്ടും നേരത്തെ ഇവിടെ ചേലക്കര MLA സൂചിപ്പിച്ചതുപോലെ MLA ഫണ്ട് ഉപയോഗിക്കൽ മാത്രമല്ല, സ്വകാര്യ ഭൂമികളിൽ ഫെൻസിങ് നടത്താൻ അവർ തയ്യാറായാൽ ഒരു 50% സബ്സിഡി പോലുള്ള ആകർഷകമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഫെൻസിങ്ങിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ സാധ്യമാകും. സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്യജീവി ആക്രമണം ഒരു ദുരന്തമായി പ്രഖ്യാപിച്ചതുകൊണ്ട് നമുക്ക് STRF കൂടി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ 304/2025 എന്ന ഗവൺമെൻറ് ഉത്തരവായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവിൽ പല കാരണങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ട് വനം വകുപ്പ് പറയുകയാണ്. ഉദാഹരണത്തിന് കാടിനകത്തേക്ക് പ്രവേശിക്കപ്പെട്ടാൽ ആന ചവിട്ടിയാൽ നഷ്ടപരിഹാരം കിട്ടില്ല എന്നുള്ളത് ഉൾപ്പെടെ. അതുകൊണ്ട്
ഡിസാസ്റ്റർ ആക്ടിൻ്റെ സെക്ഷൻ 72 പ്രകാരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ എല്ലാ നിയമങ്ങളെയും ഓവർ റൂൾ ചെയ്യുന്ന ഒരു നിയമമാണ് ഡിസാസ്റ്റർ ആക്ടിൻ്റെ. ഇത് നടപ്പിലാക്കാനുള്ള ശ്രമം കൂടി സാധ്യമാക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. തീർച്ചയായിട്ടും എല്ലാ വകുപ്പുകളും ചേർന്ന് ഭരണ പ്രതിപക്ഷ വ്യത്യാസം കൂടാതെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ, അല്ലാതെ പരിഹാരം ഉണ്ടാകത്തില്ല. സാർ, ഇതിൻ്റെ ഒരു കാര്യം ഞാൻ ആദ്യമേ ഒരു തീരുമാനമെടുത്തു സാർ, ഉദ്യോഗസ്ഥർക്ക്. ഒരു വന്യമൃഗ ആക്രമണത്തിൽ ഒരു വ്യക്തി മരിച്ചാൽ അത് കാടിൻ്റെ പുറത്ത് ആയിക്കോട്ടെ കാടിനകത്തായിക്കോട്ടെ, അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം വനംവകുപ്പിനാണ്. ധാർമ്മികമായ ഒരു വന്യമൃഗം വന്ന് നമ്മൾ കണ്ടെയ്ൻ ചെയ്യേണ്ട മൃഗം വന്ന് അറ്റാക്ക് ചെയ്താൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം. അത് പലപ്പോഴും പറഞ്ഞത് ഇതുമായി മുൻകാലങ്ങളിൽ ഇത് പരിശോധിച്ചപ്പോൾ ഇവർക്ക് ആനുകൂല്യം കൊടുക്കുന്നത്, ധനസഹായം എത്തുന്നത് പലപ്പോഴും ആദിവാസികൾ ആകുമ്പോഴത്തേക്കിന് അവർക്ക് ഇതിൻ്റെ ലീഗൽ വശങ്ങളൊന്നും അറിയാൻ വയ്യാത്ത സ്ഥിതിയുണ്ട്. സോ അതിനെല്ലാം ഒരു ലൈസൺ ഓഫീസർ എന്നുള്ള നിലയിലേക്ക് വനം വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ആ കാര്യങ്ങൾ, ആ പേപ്പർ വർക്ക് ചെയ്യുന്നതും കംപ്ലീറ്റ് ചെയ്യുന്നതും അതെല്ലാം ചെയ്യണം. അത് കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും അവിടെ ഒരു ലൈസണിങ് ആവശ്യമാണ് എന്നുള്ള നിലയിലേക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത് ചെയ്തുകൊണ്ട് പിന്നെ വനത്തിനകത്ത് എത്രത്തോളം നമുക്ക് സംരക്ഷണം നൽകാൻ ഒക്കുമോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വനത്തിനകത്തെ സാഹചര്യം അത് വെച്ചുകൊണ്ട് നമുക്ക് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാം സാർ.